പ്രിയമുള്ളവരെ, ഞാൻ ലളിത പരേഷ്. എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ഹിന്ദിയിൽ ഒരു പഴഞ്ചൊല്ലുണ്ട്, ആദ്മി സസ്ത പൈദാ ഹോത്താ ഹേ ഔർ സസ്ത മർത്താ ഹേ എന്ന്. അതായത് ഈ സസ്ത എന്ന് പറഞ്ഞാൽ വില കുറഞ്ഞത്, പൈദാ ഹോത്താ ഹേ ജനിക്കുന്നു. മനുഷ്യൻ വില കുറഞ്ഞവനായിട്ട് ജനിക്കുകയും വില കുറഞ്ഞവനായിട്ട് തന്നെ മരിക്കുകയും ചെയ്യുന്നു എന്നാണ് ആ പഴഞ്ചൊല്ലിൻ്റെ അർത്ഥം. അത് സത്യത്തിൽ അങ്ങനെ തന്നെയാണ്. ഈ രണ്ട് കാലഘട്ടത്തിനും ഇടയിൽ, ഈ ജനിക്കുന്നതിനും മരിക്കുന്നതിനും ഇടയിൽ ഒരു സമയമുണ്ട്. അത് നല്ല ഭംഗിയുള്ള സമയമാക്കാനും ചീത്തയുള്ള സമയമാക്കാനും നമുക്ക് തന്നെ പറ്റും. നമ്മൾ ഓരോരുത്തരും നമ്മളുടെ ജീവിതം ധന്യമാക്കാൻ പരിശ്രമിക്കുമ്പോൾ മാത്രമാണ് ആ ജീവിതം ഈ സസ്ത എന്ന കാര്യം മഹങ്ക ആയി വരുന്നത്. വില കൂടിയതാക്കണം. നമ്മളുടെ ജീവിതം നമുക്ക് തന്നെ രണ്ടുമാക്കാൻ പറ്റും. വില കൂടിയതും കുറഞ്ഞതും എല്ലാം ആക്കാൻ പറ്റും എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ നമ്മളുടെ മനസ്സിലേക്ക്, നമ്മളുടെ പ്രവൃത്തിയിലേക്ക്, നമ്മളുടെ ചിന്തയിലാണ് നമ്മളുടെ ദൈവം കുടികൊള്ളുന്നത്. അതായത് കുമാരനാശാൻ പാടിയില്ലേ, ചന്തമേറിയ പൂവിലും ശബളാഭമാം ശലഭത്തിലും സന്തതം കരതാരിയെന്നൊരു ചിത്രചാതുരി കാട്ടിയും ഹന്തചാരുകടാക്ഷമാലകൾ അർക്കരശ്മിയിൽ മിട്ടിയും ചിന്തയാം മണിമന്ദിരത്തിൽ വിളങ്ങുമീശനെ വാഴ്ത്തുവിൻ. അതേ ചിന്തയിലാണ് നമ്മുടെ ഈശ്വരൻ കുടികൊള്ളുന്നത്. നമ്മുടെ ചിന്തകൾ, നമ്മുടെ പ്രവൃത്തികൾ, നമ്മുടെ മനസ്സിലാണ് ചിന്തകൾ ഉണ്ടാകുന്നത്. ആ ചിന്തകൾ നല്ലതായാൽ നല്ലതിലേക്ക് തന്നെ നമ്മൾ എപ്പോഴും പോകും. അപ്പോൾ നമ്മൾ എപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് നല്ല ചിന്തകൾ ഇട്ടുകൊടുക്കണം. അത് തന്നെയാണ് നമ്മൾ വേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ചിന്തയിൽ ഉരുത്തിരി എന്നാണ് നമ്മൾ ഓരോരുത്തരും. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, വി ആർ ദ പ്രോഡക്റ്റ് ഓഫ് അവർ ഓൺ തോട്ട്സ്. നമ്മളുടെ ചിന്തയിൽ ഉരുത്തിരിയതാണ് നമ്മൾ ഓരോരുത്തരും. ആ ചിന്ത നമ്മൾ നല്ലതാക്കുമ്പോൾ, നമുക്ക് വേണ്ടിയാക്കുമ്പോൾ അത് എപ്പോഴും നല്ലതായി തന്നെ ഇരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ആ ചിന്തകൾ ഉരുത്തിരുന്ന സമയത്ത് നല്ലതിനെ സ്വീകരിക്കുകയും ചീത്തയെ തിരസ്കരിക്കുകയും ചെയ്യാൻ നമ്മൾ പഠിക്കണം. രണ്ടും വേണം എന്ന് വിചാരിക്കരുത്. മലയാളത്തിലെ ഒരു ചൊല്ല് കേട്ടിട്ടില്ലേ, ഉത്തരത്തിലിരിക്കുന്നത് എടുക്കുകയും വേണം, കക്ഷത്തിരിക്കുന്നത് പോവാനും പാടില്ല എന്ന്. അതിൻ്റെ അർത്ഥം എന്തെന്ന് വെച്ചാൽ, ഉത്തരം എന്ന് പറയുന്നത് നമ്മളുടെ വീട്ടിൻ്റെ മുകൾ വശമാണ്, ഓടിട്ട വീട്ടിൻ്റെ ആ തടിയുള്ള ആ വശമാണ്. അപ്പോൾ ആ ഉത്തരത്തിൽ പൊക്കത്തിൽ വെച്ചിരിക്കുന്നതിനെ എടുക്കണമെങ്കിൽ നമ്മൾ കക്ഷത്തിരിക്കുന്നതിനെ തിരസ്കരിക്കുക തന്നെ വേണം. രണ്ടും ഒരിക്കലും നടക്കുകയില്ല. അപ്പോൾ ഉത്തരത്തിലിരിക്കുന്നത് എത്ര വില കൂടിയതായാലും, കക്ഷത്തിലിരിക്കുന്നത് അതിനേക്കാൾ വില കൂടിയായാലും, എങ്ങനെയായാലും ശരി, നമ്മൾ ഉത്തരത്തിലിരിക്കുന്നത് എടുക്കണമെങ്കിൽ കക്ഷത്തിലുള്ളതിനെ തിരസ്കരിക്കണം. അപ്പോൾ അത് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ ഒരു കാര്യം ഓർമ്മ വന്നു. ഈ കക്ഷത്തിലിരിക്കുന്ന ഈ ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും വില കൂടിയൊരു സാധനം നമ്മളെല്ലാം കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ കുചേലൻ കൃഷ്ണ ഭഗവാന് കൊടുക്കാൻ വേണ്ടി കക്ഷത്തിൽ വെച്ച അവിൽപ്പൊതി. അതെ, ആ അവിൽപ്പൊതിയാണ് ഈ ലോകത്ത് ഏറ്റവും വില കൂടിയ സാധനം. അത് തന്നെയാണ് നമ്മളെല്ലാം വിശ്വസിക്കണം. കാരണം ആ അവിൽപ്പൊതി കൃഷ്ണ ഭഗവാൻ സ്വീകരിച്ചപ്പോൾ കുചേലന് കിട്ടിയത് എന്തെന്നറിയട്ടെ, ഒരു സായുജ്യ സുഖമാണ്, ആത്മാർത്ഥ സുഖം. ഇത് കൊട്ടാരമോ വലിയ സ്വർണമോ വലിയ വീടോ ഒന്നും അല്ല ആ കുചേലന് കിട്ടിയത്. കൃഷ്ണ ഭഗവാൻ തൊട്ട് തലോടിയപ്പോഴുള്ള സായുജ്യം. എങ്ങനെയാണ് സായുജ്യം കിട്ടിയതെന്ന് മനസ്സിലായില്ലേ? കുചേലനെ കണ്ടപ്പോൾ കൃഷ്ണ ഭഗവാന് വല്ലാത്ത വിഷമവും സങ്കടവും എല്ലാം തോന്നി. എന്നിട്ട് കൃഷ്ണ ഭഗവാൻ ചെയ്തെന്താ, മറത്തെ വിയർപ്പോ വെള്ളം കൊണ്ടു നാറും സതീർത്ഥ്യനെ മാറത്തുണ്മയോടു ചേർന്നു ഗാഠം പുണർന്നു കുറുമൂലം തൃക്കൈ കൊണ്ടു കൈപിടിച്ചു കൊണ്ടു പടി കയറ്റിക്കൊണ്ടു
ലക്ഷ്മി തൽപ്പത്തിന്മേലിരുത്തി. പിന്നെ എന്താണ് ആ കുചേലന് വേണ്ടുന്നത്? ഏറ്റവും ഭാഗ്യവാനായ, ഏറ്റവും പുണ്യവാനായ, ഈ ലോകത്തിൽ ഏറ്റവും പുണ്യവാനായ വ്യക്തി നമ്മുടെ കുചേലൻ തന്നെയാണ്. അതേ മാറത്തെ വിയർപ്പ് വെള്ളം കൊണ്ട് നാറുന്ന കുചേലനെ കൃഷ്ണ ഭഗവാൻ എന്ത് വാത്സല്യത്തോടെ സ്നേഹത്തോടെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചു. അതെ, ശരിക്കും ആലിംഗനം ചെയ്യുകയാണ് ചെയ്തത്. വിയർപ്പ് നാറ്റമോ ദുർഗന്ധമോ ഒന്നും വകവെക്കാതെ ആ സതീർത്ഥ്യനെ മാറത്ത് വന്ന എല്ലാ വാത്സല്യഭാവങ്ങളും കൊണ്ട് ഉമ്മ വെച്ചു. എന്നിട്ടോ കെട്ടിപ്പിടിച്ചുമ്മ വെച്ചു. അതും പോരാഞ്ഞിട്ട് കൈ പിടിച്ചുകൊണ്ട് കയറ്റി മുകളിൽ കയറ്റി ലക്ഷ്മി തൽപ്പത്തിൽ ഇരുത്തി. ഈ ഒരു ഭാഗ്യം ഈ ലോകത്ത് ഒരു മനുഷ്യനും കിട്ടുകയുമില്ല, എനിക്ക് കിട്ടിയിട്ടുമില്ല. അതുകൊണ്ട് തന്നെയാണ് കുചേലൻ ഏറ്റവും പുണ്യവാനായ വ്യക്തി എന്ന് പറയുന്നത്. ശ്രീകൃഷ്ണ ഭഗവാന്റെ പുണ്യം ലഭിച്ച രണ്ട് വ്യക്തികൾ മാത്രമേ ഉള്ളൂ. അതൊന്ന് യശോദയും ഒന്ന് നമ്മുടെ കുചേലനുമാണ്. യശോദയ്ക്ക് കിട്ടിയത് എന്തെങ്കിലും വെച്ചാൽ ഞാൻ പറഞ്ഞ കാര്യമാണ്. കൃഷ്ണ ഭഗവാനെ എടുത്ത് മടിയിലിരുത്തി, പ്രസവിക്കാത്ത ഭഗവാനെ എടുത്ത് മടിയിലിരുത്തി കായാമ്പ് വർണ്ണമുള്ള ശരീരം തലോടി സ്വന്തം പാല് കൊടുത്ത് സായുജ്യമടഞ്ഞ ഒരേ ഒരു വ്യക്തി യശോദ തന്നെയാണ്. അങ്ങനൊരു പുണ്യം ഈ ലോകത്ത് ആർക്കും ഇനി ഒരിക്കലും കിട്ടുകയില്ലെന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ നമ്മൾ പറയുന്നു, നമ്മൾ ത്യജിക്കേണ്ടത് ത്യജിച്ചും സ്വീകരിക്കേണ്ടത് സ്വീകരിച്ചും തന്നെ നമ്മൾ മുമ്പോട്ട് പോയാൽ മാത്രമേ നമുക്ക് ജീവിതം ധന്യമാക്കാൻ പറ്റുകയുള്ളൂ. നമ്മുടെ ജോൺസണ് ചെസ്റ്റർഫീൽഡിനെ നിഷേധിക്കേണ്ടി വന്നു, വേണ്ട എന്ന് വിചാരിക്കേണ്ടു. കാരണം ചെസ്റ്റർഫീൽഡിൻ്റെ പണത്തിൻ്റെ അഹങ്കാരം നിറഞ്ഞ സ്വഭാവം, അതേ പണത്തിൽ മതിമറന്നുപോയ സ്വഭാവം, മനുഷ്യനെ മനുഷ്യനാണെന്ന് കാണാൻ പോലും കൽപ്പിക്കാൻ പോലും കഴിയാത്ത ഒരു സ്വഭാവം ചെസ്റ്റർഫീൽഡിനുണ്ടെന്ന് മനസ്സിലായി. ഇത്രയും പറഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ ഞാൻ പഠിച്ച പണത്തിന് വേണ്ടി മാത്രം ജീവിത സുഖങ്ങളും സൗകര്യങ്ങളും സ്വന്തം ജീവിതം പോലും പണയം വെച്ച് ഒരു സുഖവും അനുഭവിക്കാതെ ഒരു കുടുംബം പോലും വേണ്ടാതെ ജീവിച്ച ഒരു സൈലാസ് മാർണർ എന്ന ഒരു ലിനൻ വീവർ ഉണ്ടായിരുന്നു, ചണം നെയ്ത്തുകാരൻ. സൈലാസ് മാർണർ എന്ന ആ ചണം നെയ്ത്തുകാരൻ ജീവിതത്തിൽ ഒന്നും വേണ്ട, പണം മാത്രം മതി, പണമുണ്ടെങ്കിൽ എല്ലാമായി എന്ന് വിചാരിച്ച് ഒരു നല്ല വസ്ത്രമിട്ടിട്ടോ നല്ല ഉടുപ്പിട്ടിട്ടോ നേരാവണ്ണം ഒന്ന് ഉത്സാഹിച്ചിട്ട് ആർഭാടമായി ജീവിച്ചിട്ടോ ഇല്ലാത്ത, എന്തിനേറെ പറയുന്നു ഒരു കുടുംബം പോലും വേണ്ട എന്ന് വെക്കാൻ മാത്രം പണത്തിന് കഴിയും എന്ന് ആ മനുഷ്യൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. പക്ഷേ അത് അയാളുടെ ജീവിക്കാൻ മറന്നുപോയ ഒരു ജീവിതമായിരുന്നു. സൈലാസ് മാർണറിൻ്റെ കഥ ഇങ്ങനെയാണ്. മാർണർ എന്നായിരുന്നു സൈലാസിൻ്റെ അച്ഛൻ്റെ പേര്. അച്ഛൻ ലിനൻ വീവറായിരുന്നു. അയാൾ വെറും പാവപ്പെട്ടവനായിരുന്നു. അയാൾക്കൊരു ഭാര്യയുണ്ടായിരുന്നു, ജെനിഫർ എന്ന ഭാര്യ. രണ്ടുപേരും സ്വസ്ഥമായി സമാധാനമായി ഉള്ളതുകൊണ്ട് ജീവിക്കുന്നവരായിരുന്നു. കാരണം ലിനൻ വിറ്റ് കിട്ടുന്ന ആ പണം കൊണ്ട് എല്ലാം ജീവിതത്തിൽ എല്ലാം നേടാനൊന്നും പറ്റുകയില്ലായിരുന്നു. അയാൾ വൈകുന്നേരമാകുമ്പോൾ ലിനൻ കടയിൽ കൊണ്ടുപോയി വിൽക്കും. ആ പൈസക്ക് കുറച്ച് സാധനങ്ങൾ പറ്റുന്നത്ര വാങ്ങിച്ചുകൊണ്ട് ചെറിയൊരു പൈസ മിച്ചം വെക്കുകയും ചെയ്യും. നാളത്തേക്ക് എന്തെങ്കിലും വന്നുപോയാൽ വേണ്ടേ എന്ന ഒരു ഉദ്ദേശത്തോടുകൂടി അങ്ങനെ കൊണ്ടുവരുന്ന ഈ ആഹാര സാധനങ്ങൾ ഭാര്യ ജെനിഫർ അടുക്കളയിൽ വെച്ച് ഭംഗിയായി പാചകം ചെയ്യും. പക്ഷേ അവർ രണ്ടുപേരും അത് മുഴുവനും അന്ന് കഴിക്കുകയില്ല. കാരണം നാളെ വൈകുന്നേരം ലിനൻ നെയ്ത് വിറ്റിട്ട് കിട്ടുന്ന പണത്തിന് മാത്രമേ അവർക്ക് ആഹാരം വാങ്ങിക്കാൻ പറ്റുകയുള്ളൂ. ആ ഒരു ഉദ്ദേശത്തോടുകൂടി ആ ഭാര്യ, അതേ ഉത്തരവാദിത്വമുള്ള ആ ഭാര്യ നേരെ പകുതി ആഹാരമെടുത്ത് നാളത്തേക്ക് മാറ്റിവെക്കും. അങ്ങനെ അവർ രണ്ടുപേരും സ്വസ്ഥമായി ഉള്ളതുകൊണ്ട് സുഖമായി സ്വസ്ഥമായി അങ്ങനെ ജീവിച്ചു. കുറേ കഴിഞ്ഞപ്പോൾ അവർക്ക് ഒരു മകനുണ്ടായി. ആ മകന് അവർ സൈലാസ് എന്ന പേരിട്ടു. സൈലാസ് നല്ല കുട്ടിയായിരുന്നു. അമ്മയ്ക്കും അച്ഛനും വാത്സല്യത്തോടെ വളർത്താൻ അരുമയായി കിട്ടിയ ഒരു മകൻ. അവനെ നല്ലതുപോലെ വളർത്തി. 5 വയസ്സായപ്പോൾ അവനെ സ്കൂളിൽ ചേർത്ത് പഠിപ്പിച്ചു. പക്ഷേ സ്കൂളിൽ ചേർത്ത് പഠിപ്പിക്കാനൊക്കെ കുറച്ചൊക്കെ പണം വേണമായിരുന്നു. അതൊന്നും അത്രമാത്രം ഈ സൈലാസിന് ഇല്ലായിരുന്നു, എല്ലാം മാർണറിന് ഇല്ലായിരുന്നു. പക്ഷേ എങ്കിലും മകനെ പഠിപ്പിക്കണം എന്ന ഉദ്ദേശത്തോടുകൂടി അയാൾ മകനെ പഠിപ്പിച്ചു. അങ്ങനെ അവർ കിട്ടുന്ന ഇപ്പോൾ ഇവർക്കുള്ള ആഹാരം 3 പേർക്ക് പങ്കുവെക്കണം.
അപ്പോൾ അമ്മ നേരെ പകുതി എടുത്ത് വെച്ചാൽ അച്ഛനും മകനും കൊടുത്തു കഴിയുമ്പോൾ ഈ അമ്മയ്ക്ക് വളരെ കുറച്ച് ആഹാരം മാത്രമേ കിട്ടാറുള്ളൂ. അമ്മ ആരോടും പരിഭവം പറയാറില്ല. സ്നേഹത്തോടെ അച്ഛനും മകനും വിളമ്പിക്കൊടുത്ത് കുറച്ചുള്ളത് അവരും കഴിച്ച് പകൽ സമയം മുഴുവൻ അങ്ങനെ കഴിച്ചുകൂട്ടി സ്നേഹത്തോടെ. അവരുടെ കുടുംബത്തിൽ അലോസരങ്ങൾ ഒന്നുമില്ല ഉള്ളതുകൊണ്ട് സ്നേഹത്തോടെ വാത്സല്യത്തോടെ ഐശ്വര്യമായി കഴിയാൻ അവർക്ക് കഴിയുമായിരുന്നു. അങ്ങനെ ഈ ശൈലാസിൻ്റെ വീട്ടിൻ്റെ അടുത്ത് ഒരു മറിയം എന്ന പെൺകുട്ടി ഉണ്ടായിരുന്നു. ശൈലാസിനേക്കാൾ 2 വയസ്സ് ഇളയുള്ള കുട്ടി. അപ്പോൾ ശൈലാസിന് ഈ 5 വയസ്സായപ്പോൾ ആ കുട്ടിക്ക് 3 വയസ്സാണ്. ശൈലാസിൻ്റെ മനസ്സിൽ മറിയം ഒരു അനിയത്തി കുട്ടിയായിരുന്നു. സ്നേഹത്തോടെ അവർ 2 പേരും ചിത്രശലഭങ്ങളെ പോലെ കളിച്ചു നടക്കും. മറിയത്തിൻ്റെ വീട്ടിൽ കുറച്ചുകൂടി സൗകര്യമുള്ളതുകൊണ്ട് അവിടെ ഉണ്ടാക്കിയ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ശൈലാസിനും കൊണ്ടു കൊടുക്കുമായിരുന്നു. അങ്ങനെ ഈ മറിയവും ശൈലാസും കളിക്കൂട്ടുകാരായി സ്നേഹത്തോടെ വാത്സല്യത്തോടെ കളിച്ച് തിമർത്ത് കളിക്കും. അങ്ങനെ മറിയത്തിനും 5 വയസ്സായപ്പോൾ സ്കൂളിൽ ചേർത്തു. ശൈലാസ് കുഞ്ഞനിയത്തിയെ കയ്യും പിടിച്ചുകൊണ്ട് സ്കൂളിൽ പോകും. വഴിയിൽ കണ്ട കൈകനികളെല്ലാം പറിച്ച് 2 പേരും ഭക്ഷിക്കും. കളിച്ച് ആഹ്ലാദിച്ച് ചെളിവെള്ളത്തിൽ ചവിട്ടിയും മണ്ണിൽ ഉരുണ്ടുമൊക്കെ ഒരുമിച്ച് കളിച്ച് തിമിർത്ത് വളർന്ന 2 കുട്ടികൾ. അവർ 2 പേരും അങ്ങനെ വളർന്നു വരികയാണ്. ശൈലാസിൻ്റെ വീട്ടിലും പരിഭവമില്ല, മറിയത്തിൻ്റെ അച്ഛനമ്മക്കും പരിഭവമില്ല. 2 മക്കളും സ്നേഹത്തോടെ സ്വന്തം രക്തം പോലെ വളരുകയാണ്. വളർന്നു ശൈലാസിന് ഒരു 13 വയസ്സായി. 13 വയസ്സായപ്പോൾ മറിയക്ക് 11 വയസ്സായി. 2 പേരും അപ്പുറത്തും ഇപ്പുറത്തും ഓടി നടന്ന് സ്നേഹത്തോടെ വളരുകയാണ്. ഇനി അവർ കൗമാര പ്രായത്തിലേക്ക്, അതായത് കുൽസിതമാരഭാവത്തിലേക്ക് വളരാൻ പോവുകയാണ്. എങ്കിലും 2 പേർക്കും അങ്ങനെ യാതൊരു ഭാവവും ഇല്ലായിരുന്നു. 2 പേരും അതേ കുഞ്ഞുമക്കളെ പോലെ തന്നെ അവർ ഐശ്വര്യമായി സ്നേഹമായി വാത്സല്യത്തോടെ നടന്ന് കളിക്കുന്ന കാലഘട്ടം. ഒരു ദിവസം ശൈലാസിന് 13 വയസ്സായപ്പോൾ ശൈലാസിൻ്റെ അച്ഛൻ മാർണർ, അയാൾ അവശനായിരുന്നു. കാരണം ഒരു 43 വയസ്സുള്ള വ്യക്തിയാണെങ്കിൽ പോലും ദാരിദ്ര്യം കൊണ്ടും ജീവിതത്തിൻ്റെ പ്രാരബ്ധങ്ങൾ കൊണ്ടും നമ്മുടെ കുചേലനെ പോലെ മെലിഞ്ഞ് ഉണങ്ങി ശുഷ്കിച്ചു പോയിട്ടുണ്ടായിരുന്നു. രോഗാവസ്ഥ അയാളെ പിടികൂടുന്നുണ്ടായിരുന്നു. വളരെ കൂടുതൽ ലിനണൊന്നും നെയ്യാൻ അയാൾക്ക് പറ്റുന്നേയില്ലായിരുന്നു. അയാൾ വല്ലാതെ വിഷമിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം ലിനൺ അങ്ങനെ നെയ്തു. വൈകുന്നേരമായപ്പോൾ ആ ചണനൂലും കെട്ടി അയാളുടെ കടയിലേക്ക് പുറപ്പെടുകയാണ്. അപ്പോൾ പുറപ്പെടുമ്പോൾ ഭാര്യ വേണ്ടുന്ന സാധനങ്ങളുടെ എല്ലാം ലിസ്റ്റൊന്ന് പറഞ്ഞു കൊടുക്കും. അപ്പോൾ അതിൽ പറ്റുന്നതെല്ലാം ചെറിയ തോതിൽ ചെറിയ അളവിൽ വാങ്ങിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരുന്ന സ്വഭാവമായിരുന്നു. അങ്ങനെ അന്നും അയാൾ ലിനൺ വിൽക്കാൻ പോയി. കുറേ ദൂരം നടന്നു കഴിഞ്ഞപ്പോൾ സന്ധ്യയായിപ്പോയി. എല്ലാ ദിവസവും സന്ധ്യക്കാണ് പോകുന്നത്. എങ്കിലും സന്ധ്യക്ക് പോയി കഴിഞ്ഞാൽ അയാൾ പെട്ടെന്ന് ലിനൺ വിറ്റ് സാധനവും വാങ്ങിച്ച് തിരിച്ചു വരുമായിരുന്നു. അയാൾ അങ്ങനെ നടന്നു ഒരു ഇലക്ട്രിക് പോസ്റ്റിൻ്റെ മങ്ങിയ വെളിച്ചത്തിലെത്തിയപ്പോൾ അയാൾക്ക് വല്ലാതെ വിഷമവും ക്ഷീണവും തോന്നി. ആ പോസ്റ്റിൽ അയാളങ്ങനെ കുറച്ചു നേരം ചാരിയിരുന്നു. പക്ഷേ ചാരിയിരുന്ന് അയാൾ ബോധമറ്റ് കമിഴ്ന്ന് ആ ഇലക്ട്രിക് പോസ്റ്റിൻ്റെ കീഴിൽ അയാളുടെ ചണം കുറച്ച് ദൂരെ അകലെ വീണുകൊണ്ട് കമിഴ്ന്ന് കിടന്നുപോയി. ആരും കണ്ടില്ലെന്നല്ല, ആരും ഗവനിച്ചില്ല. പാവപ്പെട്ട ഒരു ലിനൺ നെയ്ത്തുകാരനാണ്. അയാളെ ഗവനിക്കാൻ ആർക്കും സമയവും സൗകര്യവും ഇല്ലായിരുന്നു. അയാൾ കുറേ നേരം അവിടെ അങ്ങനെ കമിഴ്ന്ന് കിടന്നു. വീട്ടിൽ അമ്മയും മകനും വല്ലാതെ വിഷമിച്ചിരിക്കുകയായിരുന്നു. അച്ഛനെ കണ്ടില്ലല്ലോ എന്ന് മകനും, ഭർത്താവിനെ കണ്ടില്ലല്ലോ എന്ന് ഭാര്യയും അങ്ങനെ ഒരുപാട് വിഷമിച്ചു. പരസ്പരം മുഖത്തോട് മുഖം നോക്കി വേദനയോടെ എന്തൊക്കെയോ ചിന്തിച്ച ആ അമ്മ അവിടെ ഇരുന്നു. കുറേ കഴിഞ്ഞിട്ടും ഭർത്താവ് വരാതപ്പോൾ അവർ മകനോട് പറഞ്ഞു, മോനെ, അച്ഛനെ കണ്ടില്ല, നമുക്ക് 2 പേർക്കും തിരക്കൊന്ന് പോകണം. ഇത്രയും താമസിച്ച് അച്ഛൻ ഒരിക്കലും വന്നിട്ടില്ല. വരേണ്ട നേരമെല്ലാം ഒരുപാട് വൈകിയിരിക്കുന്നു, നമുക്കൊന്ന് പോകാം. അങ്ങനെ അവർ അവരുടെ കുടിലിൻ്റെ കതകും ചാരി വെച്ച് ഒരു ചെറിയ വിളവെട്ടവും എടുത്ത് റോഡിലേക്ക് ഇറങ്ങി കുറേ ദൂരം നടന്നു. നടന്നപ്പോൾ അവർ ആ ഇലക്ട്രിക് പോസ്റ്റിൻ്റെ കീഴിൽ ഒരു മനുഷ്യനിങ്ങനെ കമഴ്ന്ന് കിടക്കുന്നത് കണ്ടു. പക്ഷേ അവരുടെ അച്ഛനാണെന്ന് അവർക്ക് പെട്ടെന്ന് വിശ്വസിക്കാനേ കഴിഞ്ഞില്ല. എന്തുകൊണ്ടെന്നാൽ അവർക്ക് അതിന് കഴിയുമായിരുന്നില്ല. സ്വന്തം അച്ഛൻ ഇങ്ങനെ, അല്ലെങ്കിൽ സ്വന്തം ഭർത്താവ് ഇങ്ങനെ ഒരു ഇലക്ട്രിക് പോസ്റ്റിൻ്റെ കീഴിൽ കമിഴ്ന്ന് അവശനായി കിടക്കുമെന്ന് ആ ഭാര്യയ്ക്കും തോന്നിയില്ല, ആ മകന് ഒട്ടും തോന്നിയതേയില്ല. 2 പേരും അടുത്ത് ചെന്നു. ആ മനുഷ്യൻ്റെ മുഖം പതുക്കെ നിവർത്തി വെച്ചു. എന്നിട്ട് 2 പേരും കൂടി ശരീരവും നല്ലതുപോലെ നിവർത്തി വെച്ചു. പക്ഷേ കുറച്ച് സമയം അവിടെ കിടന്നതുകൊണ്ട് അത് സ്വല്പം മരവിച്ചിരുന്നു.
കാരണം കുറച്ച് നേരം അങ്ങനെ അവശതയുള്ള മനുഷ്യനാണ്. ആ ശരീരത്തിൽ രക്തോട്ടം വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ അത് കുറച്ചങ്ങ് മരവിച്ച പോലെ ഇരുന്നു. അമ്മയ്ക്ക് കാര്യം മനസ്സിലായി, ഭർത്താവ് മരിച്ചു പോയിരിക്കുന്നെന്ന്. അവർ മകനോട് കാര്യം പറഞ്ഞു, മോനെ അച്ഛൻ മരിച്ചുപോയി, നീ നിലവിളിച്ചോ പടവിളിച്ചോ സമയം കളയരുത്. അച്ഛനെ നമ്മൾക്ക് എങ്ങനെയെങ്കിലും നമ്മളുടെ വീട്ടിലെത്തിക്കണം. ആ കുഞ്ഞു മനസ്സിലും ആഗ്രഹം തോന്നി, എൻ്റെ അച്ഛനെ എങ്ങനെയെങ്കിലും വീട്ടിലൊന്ന് എത്തിച്ച് അതിനു മുമ്പ് ഒന്ന് ഡോക്ടറെയെങ്കിലും കാണിക്കണ്ടേ അമ്മയെന്ന് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു, ഡോക്ടറെ കാണിക്കണമെങ്കിൽ നമ്മളെ കയ്യിൽ പൈസയേ ഇല്ല. മാത്രമല്ല ഈ മനുഷ്യനെ പൊക്കിയെടുത്ത് ഒരു വണ്ടിയിലാക്കി കൊണ്ടുപോകണമെങ്കിലും പൈസ വേണം. അച്ഛൻ മരിച്ചു പോയിരിക്കുന്നു മകനെ, ഇനി നമുക്ക് അച്ഛനെ വീട്ടിലേക്ക് കൊണ്ടുപോകാം എന്ന് പറഞ്ഞപ്പോൾ ആ കുഞ്ഞു മനസ്സിൽ, ആ 13 വയസ്സുകാരൻ്റെ മനസ്സിൽ തോന്നിയൊരു കാര്യമുണ്ട്. അവൻ ചോദിച്ചു, അമ്മേ, നമ്മളുടെ അച്ഛൻ്റെ അന്ത്യകർമ്മങ്ങൾ ചെയ്യാൻ എന്തെങ്കിലും പൈസ വേണ്ടേ എന്ന്. ആ കുഞ്ഞു മനസ്സങ്ങനെ മന്ത്രിച്ചപ്പോൾ ആ അമ്മയും വല്ലാതങ്ങ് വേദനിച്ചു പോയി. അപ്പം അമ്മ പറഞ്ഞു, മോനെ നീ പോയി ഈ ചണം വിറ്റിട്ട് പൈസ കൊണ്ടുപോവാ, നമുക്ക് എന്നിട്ട് അച്ഛനെ കൊണ്ടുപോയി അച്ഛൻ്റെ ജഡം സംസ്കരിച്ച് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, അമ്മയെ ഇവിടെ ഒറ്റക്കാക്കിയിട്ട് ഈ അച്ഛൻ്റെ ജഡത്തിൻ്റെ അടുത്ത് അമ്മയെ ഒറ്റക്കാക്കിയിട്ട് ഈ രാത്രി പോവാൻ എനിക്ക് മനസ്സ് വരുന്നില്ല. അതുകൊണ്ട് അമ്മ നമുക്ക് അച്ഛനെ പൊക്കിയെടുത്ത് അടുത്തുള്ള ഒരു കടയിലെ തിണ്ണയിൽ കിടത്തി 2 പേർക്കും പോയി ചണം വിറ്റ് കൊണ്ടുവരാമെന്ന് പറഞ്ഞു. ഭാഗ്യത്തിന് ഒരു കടക്കാരൻ കടയടക്കാൻ പോകുന്നതേ ഉള്ളായിരുന്നു. അങ്ങനെ അമ്മയും മകനും ആ കടക്കാരൻ്റെ അടുത്ത് പോയി അവരുടെ ആവശ്യം പറഞ്ഞപ്പോൾ അയാൾ സമ്മതിച്ചു. ഈ ചണം വിറ്റ് കൊണ്ടുവരുന്നവരെയുള്ളൊരു സമയം എൻ്റെ അച്ഛനെ അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിനെ ഈ തിണ്ണയിലൊന്ന് കിടത്താൻ അനുവദിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ മനുഷ്യത്വമുള്ള ആ കച്ചവടക്കാരൻ അത് സമ്മതിച്ചു. അയാളുടെ കടയിലുള്ള ഒരു പായെടുത്ത് അവിടെ വിരിച്ചു കൊടുത്തു. അങ്ങനെ അമ്മയും മകനും അച്ഛനെ പൊക്കി. അത്രമാത്രമേ അച്ഛന് ഭാരമുണ്ടായിരുന്നുള്ളൂ, അസ്ഥിപഞ്ജരമായിരുന്നു. ആ അച്ഛനെ പൊക്കിയെടുത്ത് അച്ഛനെ ആ തിണ്ണയിൽ കിടത്തി ശൈലാസ് എന്ന മകൻ അച്ഛൻ്റെ നെറ്റിയിൽ ഒരു ഉമ്മ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, അച്ഛാ, ഞാൻ ഈ ചണം വിറ്റ് കൊണ്ടുവന്നിട്ട് അച്ഛനെ വീട്ടിലേക്ക് കൊണ്ടുപോവാം, എന്നിട്ട് അച്ഛൻ്റെ അന്ത്യകർമ്മങ്ങളും ശുശ്രൂഷയും ചെയ്യാം. അങ്ങനെ പറഞ്ഞ് അമ്മയും മകനും കടയിലേക്ക് പോയി. കടയിൽ പോയപ്പോൾ കടക്കാരൻ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. എല്ലാ ദിവസവും ചണവുമായി വരുന്ന മാർണറെ കണ്ടില്ലല്ലോ, എന്തേ എന്ന് അയാൾ വിചാരിച്ചു വിഷമിച്ചിരിക്കുമ്പോഴാണ് അമ്മയും മകനും ഈ ചണവും പൊക്കിക്കൊണ്ട് ചെല്ലുന്നത്. അയാൾ ചോദിച്ചു, എവിടെ മാർണർ? അപ്പോൾ കുഞ്ഞ് പറഞ്ഞു, എൻ്റെ അച്ഛൻ മരിച്ചുപോയി, ഈ ചണവും കൊണ്ടുവരുമ്പോൾ അച്ഛൻ വഴിയിൽ വീണ് മരിച്ചു പോയിരിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് ഈ ചണത്തിൻ്റെ പൈസ അല്ലാതെ കുറച്ചുകൂടി കൂടുതൽ പൈസ തരണം. എൻ്റെ അച്ഛൻ്റെ അന്ത്യകർമ്മങ്ങൾ നടത്തണം, അച്ഛൻ്റെ ശവസംസ്കാരം നടക്കണം, ഇതിനെല്ലാം കൂടെ കുറച്ചുകൂടി പൈസ തരണം. ഞാൻ അച്ഛൻ്റെ എല്ലാ കർമ്മങ്ങളും ചെയ്തതിന് ശേഷം ജോലി ചെയ്ത് നിങ്ങൾക്ക് ആ പൈസ കൊണ്ടു തരുന്നതായിരിക്കും. കടക്കാരൻ വളരെ വിഷമിച്ചെങ്കിലും ആ കുട്ടിയെ ആശ്വസിപ്പിച്ചിട്ട് പറഞ്ഞു, സാരമില്ല, തരാമെന്ന്. അങ്ങനെ ആ കടക്കാരനും കുറച്ച് പൈസ അവൻ്റെ കയ്യിൽ കൊടുത്തു. ആ പൈസയും കൊണ്ട് അമ്മയും മകനും തിരിച്ചു വന്നു. അച്ഛൻ്റെ ജഡം കയറ്റാൻ ഒരു സൈക്കിൾ റിക്ഷ കൂടി പിടിച്ചുകൊണ്ട് വന്നിരുന്നു. അങ്ങനെ ആ സൈക്കിൾ റിക്ഷയിൽ അച്ഛൻ്റെ ജഡം അമ്മയും മകനും ആ കടക്കാരൻ്റെ സഹായത്തോടെ കിടത്തി വീട്ടിലേക്ക് കൊണ്ടുവന്നു. വീട്ടിൽ കൊണ്ടുവന്നു അവരുടെ വീട്ടിൻ്റെ ചെറിയ തിണ്ണയിൽ ആ അച്ഛനെ കിടത്തി അമ്മയും മകനും അവിടെ ഇരുന്ന് അവരുടെ ജീവിതത്തിൻ്റെ എല്ലാമായ അച്ഛൻ പോയി എന്ന ദുഃഖം അവിടെയാണ് അവർക്കുണ്ടായത്. അമ്മയും മകനും മാറത്തടിച്ച് നിലവിളിച്ച് കരഞ്ഞു. അങ്ങനെ കരഞ്ഞു കുറേ നേരം അച്ഛൻ്റെ ജഡത്തിൽ കെട്ടിപ്പിടിച്ച മകനും ഭർത്താവിൻ്റെ ജഡത്തിൽ കെട്ടിപ്പിടിച്ച അമ്മയും അങ്ങനെ കിടന്നവിടെ അവർ ആശ്വസിച്ചു കുറേ നേരം ഇരുന്നു. ബാക്കി കഥ ഞാൻ അടുത്ത് പറയാം. നന്ദി, നമസ്കാരം.